ഹായ്. അപ്പോൾ നമുക്ക് BEGC 114 പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിലെ 4th ബ്ലോക്ക് നമുക്കൊന്ന് നോക്കാം. അതായത് ഞാൻ നേരത്തെ ഫസ്റ്റ് ബ്ലോക്കിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കെല്ലാം ആഫ്രിക്കൻ ലിറ്ററേച്ചറാണ് പഠിക്കാനുള്ളത് എന്നുള്ളത്. ആക്ച്വലി ആഫ്രിക്കൻ ലിറ്ററേച്ചർ അല്ല, ഇത് ഫൈനൽ ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ തിയേറ്ററാണ്. അതായത് ഒരു ഡ്രാമയാണ്. ഗഷിറാം കോട്ട്വാൾ എന്നാണ് പ്രൊട്ടോഗണിസ്റ്റ്. ഈ ഡ്രാമയുടെ പ്രൊട്ടോഗണിസ്റ്റിൻ്റെ പേര് തന്നെയാണ് ഈ ഡ്രാമക്കും കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇതൊരു ഹിസ്റ്റോറിക്കൽ ഫിഗറാണ് കേട്ടോ. പക്ഷേ ഹിസ്റ്റോറിക്കൽ ഫിഗറും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ആദ്യം ഇതിൻ്റെ ഓതറിനെ കുറിച്ച് നമുക്ക് പറയണം. അതേപോലെ ഇതിൻ്റെ ഫസ്റ്റ് ലെസണിലൊക്കെ പഠിച്ചിട്ടുള്ളത് ഇന്ത്യൻ തിയേറ്ററിനെ കുറിച്ച് നമുക്ക് കുറച്ച് അറിഞ്ഞിരിക്കണം. നമ്മൾ BEGC 101 പോകുന്നുണ്ട് ഇതിൽ കേട്ടോ. കാരണം 101 to 114 വരെയാണ് നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും പഠിക്കുന്ന മെയിൻ കോഴ്സ് 14 ബുക്സ് നമ്മൾ പഠിക്കും. അപ്പോൾ അതിൽ BEGC 101 നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ കുറേ നമ്മുടെ ഇന്ത്യൻ ഡ്രാമ എങ്ങനെയായിരുന്നു, അതേപോലെ സാംസ്കൃത ഡ്രാമാസ്, അതേപോലെ അന്നത്തെ സാംസ്കൃത ഡ്രാമാസിൻ്റെ പ്രധാനപ്പെട്ട ഡ്രാമാറ്റിസ്റ്റുകൾ ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ സംസ്കൃത ഡ്രാമേൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്നും കൂടി ഇതിൽ റിപ്പീറ്റ് അടിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിജയ് തെണ്ടുൽക്കറിൻ്റെ ഗഷിറാം കോട്ട്വാൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഇന്ത്യൻ ഡ്രാമയെക്കുറിച്ചൊരു ഔട്ട്ലൈൻ പറഞ്ഞിടാം. സംസ്കൃത ഡ്രാമ എന്ന് പറയുന്നത് ആൻഷ്യൻ്റ് ഇന്ത്യയെയും ട്രഡീഷൻസിനെയും ഒക്കെ ഫ്ലറിഷ് ചെയ്തുകൊണ്ടാണ് സംസ്കൃത ഡ്രാമാസ് വന്നത്. അതായത് സംസ്കൃത ഡ്രാമേൻ്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് എന്താണ്, ഭരതമുനിയുടെ നാട്യശാസ്ത്രമാണ്. ഇപ്പോൾ വെസ്റ്റേൺ ഡ്രാമാസിൻ്റെ ബേസ് എന്ന് പറയുന്നത് അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സ് ആണ്. അരിസ്റ്റോട്ടിലാണ് അവിടെ നമുക്കറിയാം 3 യൂണിറ്റീസ് കൊണ്ടുവന്ന ആൾ അരിസ്റ്റോട്ടിലാണ്. അപ്പോൾ വെസ്റ്റേൺ ഡ്രാമാസിൽ അരിസ്റ്റോട്ടലിൻ്റെ അതും കൂടുതൽ അരിസ്റ്റോട്ടിൽ കൊണ്ടുവരുന്ന ട്രാജഡീസാണ് ഡ്രാമാസ് എന്ന് പറഞ്ഞാണ്ട് ആദ്യമായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത് അരിസ്റ്റോട്ടിൽ. അപ്പോൾ പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഡ്രാമീസിലേക്ക് വരുമ്പോൾ, അതായത് സംസ്കൃത ഡ്രാമാസിലേക്ക് വരുമ്പോൾ ഇവിടെ ട്രാജഡി ഇല്ല. നമ്മൾ കോമിക് എൻഡ്സ് ആണ്. അതായത് നല്ല രീതിയിലുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന പർപ്പസിനേക്കാളും അപ്പുറം നമ്മളിവിടെ വയലൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മനുഷ്യന് മോറൽ വാല്യൂസ്, ഗൈഡ് ലൈൻസ് ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സംസ്കൃത ഡ്രാമാസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നാട്യശാസ്ത്ര ആണ് നമ്മുടെ അതിൻ്റെ ഒരു എലമെൻ്റ് അനുസരിച്ച് ഭരതമുനി എഴുതി വെച്ച നാട്യശാസ്ത്രം അനുസരിച്ചാണ് ഇതിൻ്റെ സംസ്കൃത ഡ്രാമാസൊക്കെ ഉണ്ടായത്. അപ്പോൾ സംസ്കൃത ഡ്രാമാസൊക്കെ നിശ്ചിതമായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. അതേപോലെ ഹിന്ദു മിത്തോളജി അനുസരിച്ച് നമുക്കറിയുമ്പോൾ ഈ ലോകം എന്ന് പറയുന്ന ഒരു ഇല്യൂഷൻ അല്ലെങ്കിൽ മായയാണ്, അല്ലെങ്കിൽ മരണം എന്ന് പറയുന്നത് അതിൻ്റെ ഫൈനൽ എൻഡ് അല്ല. നമ്മുടെ സോള് ഒരു ഹയർ ഫോമിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുകയാണ് എന്നൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസം അനുസരിച്ചുള്ളത്. അപ്പോൾ അതേപോലെ ഇങ്ങനത്തെ മിത്തോളജിയൊക്കെ ബേസ് ചെയ്തിട്ടാണ് കൂടുതലും അന്നത്തെ സംസ്കൃത ഡ്രാമാസൊക്കെ ഉണ്ടായിരുന്നത്. അതേപോലെ നമ്മുടെ വെസ്റ്റേൺ ഡ്രാമാസിലൊക്കെ നമുക്ക് കൂടുതലും പല രീതിയിലുള്ള ഹ്യൂമൻ നാച്ചുറൽ എലമെന്റ്സ് കൂടുതലും കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഷേക്സ്പിയറിൻ്റെ മാക്ബത്തിലാണെങ്കിലും അതേപോലെ ക്രിസ്റ്റഫർ മാർലോൻ്റെ ഫോസ്റ്റസിലാണെങ്കിലും ഒക്കെ ഒരുപാട് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. വെസ്റ്റിൽ അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സ് ആണ് അത് അവിടെ എല്ലാം ബേസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മുടെ ഭരതമുനിയുടെ നാട്യശാസ്ത്രമാണ് കേട്ടോ. ഭരതമുനിയുടെ നാട്യശാസ്ത്രം തന്നെ ഇത് തമ്മിലൊരു കമ്പാരിസൺ ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഡ്രമാറ്റർജി ആസ്പെക്ട്സും ഫുൾഫിൽ ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആയിരുന്നു നമ്മുടെ ഭരതമുനിയുടെ നാട്യശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ സംസ്കൃത പ്ലേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഡാൻസ് ഒക്കെ വെച്ചിട്ടാണ്. ഇതിൽ സൂത്രധാർ ഉണ്ടാകും, അതേപോലെ കോറസ് പറയുന്ന ആൾക്കാരുണ്ടാവും, അതായത് നറേറ്റർ ഉണ്ടാവും, പ്ലേ റൈറ്റർ, കോറസ് പറയുന്ന ആൾക്കാർ, കുറച്ച് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന അതിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്ന അഭിനയിക്കുന്ന ആൾക്കാർ, ഇവരെല്ലാം കൂടി അടങ്ങിയതായിരുന്നു ഡ്രാമ. അതേപോലെ ഓർണമെൻ്റൽ ലാംഗ്വേജസ് ഒക്കെ ആയിരിക്കും. അതേപോലെ ഒത്തിരി നല്ല മോറൽ വാല്യൂസ് ഒക്കെ നമുക്ക് അതിലൂടെ കിട്ടും. ഇതൊക്കെ ആയിരുന്നു ഈ സംസ്കൃത ഡ്രാമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിനൊരു വയലൻസോ അല്ലെങ്കിൽ ഒരു ട്രാജിക് എൻഡോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ പറയുന്നത് ഇനി നമുക്ക് അതേപോലെ സംസ്കൃത ഡ്രാമയിലെ പ്രധാനപ്പെട്ട ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരൊക്കെ പറയാം? കാളിദാസനെ പറയാം, അതേപോലെ ശൂദ്രകനെ പറയാം, അതേപോലെ നമ്മൾ ഭാസയെ പഠിച്ചിട്ടുണ്ട്, ഭാസയെ കുറിച്ച് പറയാം.
അപ്പോൾ ബാസയൊക്കെ ഒരുപാട് മോണോലോഗ്സ് ആണെങ്കിലും 1 ആക്ട് പ്ലേസ് ആണെങ്കിലും 134ഓളം പിന്നെ ഡ്രാമകൾ എല്ലാം എഴുതിയ ആളാണ് ബാസ എന്ന് പറയുന്നത്. അതേപോലെ എന്താണ് സ്വപ്ന വാസവദത്തായിരുന്നു അവരുടെ ഫസ്റ്റ് സ്റ്റോറി. അതൊക്കെ ഒരു ലവ് സ്റ്റോറി ബേസ്ഡ് ആണെങ്കിൽ പോലും അങ്ങനെയായിരുന്നു. അതേപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 101 കാളിദാസൻ്റെ ശാകുന്തളം, വിജ്ഞാന ശാകുന്തളം. അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റാണ്. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ശൂദ്രകയുടെ മൃജഘടിക. അതൊക്കെ ഫേമസ് ആയിട്ടുള്ള ടെക്സ്റ്റാണ് ഇന്ത്യൻ തിയേറ്ററിൽ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഒക്കെ നമ്മുടെ മൈൻഡിൽ വേണം. ഇനി നമ്മൾ വിജയ് തെണ്ടുൽക്കറിനെ കുറിച്ചൊരു ഈ ഒരു ടെക്സ്റ്റിനെ കുറിച്ചും വിജയ് തെണ്ടുൽക്കറിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. പിന്നെ ഈ ഒരു ടെക്സ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗഷിറാം കോട്ട്വാൾ എന്ന് പറയുന്നത് 1973 അദ്ദേഹം ഇത് എഴുതിയിട്ടുണ്ടായിരുന്നത്. വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരുപാട് സബ്ജക്ട്സ് ആണ് അദ്ദേഹം എപ്പോഴും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലും അദ്ദേഹം നോൺ ബ്രാഹ്മണിക് ആയിട്ടുള്ള രീതിയിലാണ് ഇതിലും അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. ചില സമയത്ത് അദ്ദേഹം ദളിത്സിനെതിരെ എഴുതും. അദ്ദേഹം സൊസൈറ്റലി എന്താണ് വളരെയധികം കാസ്റ്റ് പരമായി മോറൽ പരമായി ഒക്കെ കോൺട്രവേഴ്സീസ് ഉണ്ടാകുന്ന സബ്ജക്ട്സുകളാണ് അദ്ദേഹം എപ്പോഴും എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹം മറാത്തിയിലാണ് ആക്ച്വലി ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത്. അത് പിന്നീട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് പ്രൊഫസർ എലനർ സെല്ലിയറ്റ് ആണ്. അത് 1984 അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് 18th സെഞ്ച്വറിയിലെ ഒരു പൂനെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഒരു സ്റ്റോറി വരുന്നത്. അപ്പം അന്നത്തെ മറാത്തി തിയേറ്റർ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിൽ നമ്മൾ പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഡ്രാമാസും അദ്ദേഹത്തിൻ്റെ വർക്ക്സും ഒക്കെ ഒരു ബുക്കിൽ നമ്മൾ പിന്നെ കംപ്ലീറ്റ് ഒരു പേജിൽ, അതായത് 190 പേജിൽ കറക്റ്റ് പറയുന്നുണ്ട് കേട്ടോ. അത് ഒന്ന് വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ പോകുന്നത് അതേപോലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള പ്ലേ ആയിരുന്നു കന്യാദാൻ എന്ന് പറയുന്നത് കേട്ടോ, വിജയ് തെണ്ടുൽക്കറിൻ്റെ. ഇതൊരു ആൻറ്റി ബ്രാഹ്മൺ കഥയാണ് കേട്ടോ, ഗഷിറാം കോട്ട്വാൾ എന്ന് പറയുന്നത്. അത് മൈൻഡിലുണ്ടാവണം. പിന്നെ അതേപോലെ വിജയ് തെണ്ടുൽക്കറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ബോംബെയിൽ 7th ജനുവരിയിൽ 1928 അദ്ദേഹം ജനിച്ചു. പിന്നെ അദ്ദേഹം ഒരു അപ്രന്റീസ് ആയിട്ട് ബുക്ക് ഷോപ്പിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു കരിയർ. പിന്നെ അദ്ദേഹം ഒരു ജേർണലിസ്റ്റായി, പ്രൊഫഷണൽ വൈസൊക്കെ ജേർണലിസ്റ്റായി. പിന്നെ അദ്ദേഹം എഡിറ്ററായി, അസിസ്റ്റന്റ് എഡിറ്ററായി, മറാത്തി ഡയലീസിലൊക്കെ എഡിറ്ററായി അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സ്കൂൾ കാലഘട്ടം തൊട്ട് തന്നെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് പ്ലേ എന്ന് പറയുന്നത്, ഫുൾ ലെങ്ത് പ്ലേ എന്ന് പറയുന്നത് ഗൃഹസ്ഥ ആണ്. 1955 ഗൃഹസ്ഥ എന്ന് പറയുന്നൊരു എന്താണ് പ്ലേയുമായിട്ടാണ് അദ്ദേഹം വരുന്നത് ഫസ്റ്റായിട്ട്. പിന്നെ അദ്ദേഹം ഒരു വേഴ്സൽ റൈറ്റർ ആയിരുന്നു. അദ്ദേഹം ഒരു ഷോർട്ട് സ്റ്റോറീസും പിന്നെ ഒക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് സംഗീത നാടക അക്കാദമി അവാർഡ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള അവാർഡ്സുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ മോഹൻ രാഗേഷിൻ്റെ നമ്മൾ ധാരെ അധൂരെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെയാണ് വിജയ് തെണ്ടുൽക്കറും ഒക്കെ കടന്നു വരുന്നവരൊക്കെ മോഡേൺ, അതായത് നമുക്കറിയാമല്ലോ 1922 വന്നു എന്ന് പറയുമ്പോൾ പിന്നെ മോഡേൺ ഡ്രാമാറ്റിസ്റ്റുകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്റ്റോറിയിലേക്ക് അടക്കുകയാണ്, വിജയ് തെണ്ടുൽക്കറിൻ്റെ ഗഷിറാം കോട്ട്വാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയാണ് പൊളിറ്റിക്സ് നമ്മളെ സൊസൈറ്റിയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്നാണ് പ്രധാനമായിട്ടും വരുന്നത് കേട്ടോ. അതേപോലെ കറപ്ഷൻ, അതേപോലെ അപ്പർ ആൻഡ് ലോവർ ക്ലാസ്സുകൾ, അവരുടെ ഡിസ്ക്രിമിനേഷൻസ്, ഇതൊക്കെ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പവർ എങ്ങനെയാണ് മനുഷ്യനെ അടിമകളാക്കാൻ ഉപയോഗിക്കുന്നത്. അതേപോലെ 1972 പ്ലേ ആണ്. പിന്നെ ഇതൊരു ക്ലാസിക്കാണ്, മോഡേൺ ഇന്ത്യൻ തിയേറ്ററിലെ ക്ലാസിക്കായിട്ട് ഇതിനെ അറിയപ്പെടുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രധാനപ്പെട്ട തീംസ് എന്ന് പറയുന്നത് കറപ്ഷനും പൊളിറ്റിക്സും കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും മൊറാലിറ്റിയും പവറും ജെൻഡറും ഒക്കെ തന്നെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ സെറ്റിംഗ് എന്ന് പറയുന്നത് 18th സെഞ്ച്വറിയിൽ പൂനെ മഹാരാഷ്ട്ര സെറ്റിംഗ് ആണുള്ളത്. പെഷ്വാൻ ആണ്, പെഷ്വാൻ അവരെ വെച്ചാണ് ഇത് എഴുതുന്നത്. പെഷ്വാൻ എന്ന് പറഞ്ഞാൽ മറാത്തിയിലെ മന്ത്രിമാർ എന്നാണ് അർത്ഥം. ബ്രാഹ്മിൻ മന്ത്രിമാരാണ് പെഷ്വാൻ എന്ന് പറയുന്നത്. അവര് ഈ മന്ത്രിമാരാണ് ആക്ച്വലി മറാത്ത എംപററിനെ ഭരിക്കുന്നത്. അങ്ങനെയാണ് ഈ സ്റ്റോറി പോകുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഈ സ്റ്റോറി പറഞ്ഞ പോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണം തന്നെ ഈ ബ്രാഹ്മിൻസിനെതിരെ അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. ഇതൊരു പൊളിറ്റിക്കൽ സട്ടയർ രീതിയിൽ പോകുന്നൊരു നോവലാണ്. പിന്നെ നാനാ ഫട്നാവിസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊട്ടോഗണിസ്റ്റ് ഈ ഒരു സ്റ്റോറിയിൽ വരുന്നുണ്ട് കേട്ടോ. നാനാ ഫട്നാവിസ്
അപ്പോൾ ഈ നാനാ ഫട്നാവിസ് ആണെങ്കിലും അതേപോലെ ഗഷിറാം കോട്ട്വാളാണ്, രണ്ടുപേരും ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് ആണ്. പക്ഷെ അതിൽ കാണുന്ന രീതിയിലല്ല ഇതിൽ കാണുന്നത്, അങ്ങനെ ഒരു മാറ്റം ഉണ്ട് കേട്ടോ. അതിലെന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നവരല്ല പിന്നെ ഇതിൽ നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ ആദ്യം ക്യാരക്ടേഴ്സിലേക്ക് പോവുകയാണ് കേട്ടോ. ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള പ്രൊട്ടഗണിസ്റ്റ് ഗഷിറാം കോട്ട്വാളനെയാണ്. അദ്ദേഹം ഒരു ലോ കാസ്റ്റ്, ഹി ബിലോങ്സ് ടു എ ലോവർ കാസ്റ്റ് സൊസൈറ്റി ആൻഡ് ഹീസ് ഔട്ട്സൈഡ് ഫ്രം, നമ്മൾ പറഞ്ഞ പൂനെയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. പക്ഷെ അദ്ദേഹം പൂനെയിൽ നിന്ന് ഔട്ട്സൈഡർ ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻറ്റ് ഓഫീസർ ആയിരുന്നു അദ്ദേഹം. അതായത് അദ്ദേഹം ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു, ഭയങ്കര ഇൻ്റലിജൻ്റ് ആൻഡ് വിറ്റി ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു, ഒരു ഹയർ റാങ്കുള്ള പോലീസ് ഓഫീസർ ആയിരുന്നു. പിന്നെ നാനാ ഫട്നാവിസ്, നമ്മൾ പറഞ്ഞ പോലെ പെഷ്വാസാണ് അവിടെ കാര്യമായിട്ട് ആ ഒരു എംപറർ അല്ലെങ്കിൽ ആ ഒരു പിന്നെ സാമ്രാജ്യം ഭരിച്ചുകൊണ്ട് ഇരുന്നത്, മറാത്തി സാമ്രാജ്യം. അപ്പോൾ ആ പിന്നെ പെഷ്വാസ്, അതായത് ബ്രാഹ്മിൻ മന്ത്രിമാരിലെ ഒരു മന്ത്രിയായിരുന്നു നാനാ ഫട്നാവിസ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ ഗൗരി എന്നൊരു ക്യാരക്ടർ ഉണ്ട്, നമ്മുടെ പിന്നെ ഗഷിറാം കോട്ട്വാളിൻ്റെ 14 ഇയേഴ്സുള്ള ഡോട്ടറാണ്. പിന്നെ സൂത്രധാര നാരേറ്റർ, അതേപോലെ കുറച്ച് കോറസ് പറയുന്ന ആൾ. ഇതൊക്കെ ഒരു പ്ലേ ആയതുകൊണ്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ ലോർഡ് കൃഷ്ണക്ക് ഒരു ഇൻവൊക്കേഷൻ കൊടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണ തിയേറ്റർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു ഇൻവൊക്കേഷൻ ടു ദി മ്യൂസ് എന്ന് പറഞ്ഞാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ മറാത്തി ബ്രാഹ്മിൻസ് സ്വയം വന്നുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം അവർ ഇതാണെന്നുള്ളത്. ഇപ്പോൾ പ്ലേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ മന്ത്രിമാർ, പെഷ്വാസ് എന്ന് പറയുന്നത് ഭയങ്കര കറപ്റ്റഡ് ആയിട്ടുള്ള പീപ്പിളാണ്. അവരിങ്ങനെ അവരുടെ ഇഷ്ടത്തിന് ഇങ്ങനെ ആർമാദിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ അത് ഭരിക്കുന്ന മെയിനായിട്ടുള്ള ആൾക്ക് വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല, ഇവരായിരുന്നു കാര്യമായിട്ട് കൈകാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നാന എന്ന് പറഞ്ഞൊരു വുമണൈസർ ആയിട്ടാണ് ഇതിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ വുമണൈസർ എന്ന് പറഞ്ഞാലും പോരാ, ഈ പിന്നെ അയാൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്തേക്ക് എപ്പോഴും പോവാറുണ്ട്. മാത്രമല്ല ലാവണി എന്ന് പറഞ്ഞ ഡാൻസ് ഫോം, അത് മഹാരാഷ്ട്രയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഡാൻസ് ഫോമാണ്. അപ്പോൾ ലാവണി എന്ന ഡാൻസ് ഫോം എപ്പോഴും കാണാൻ പോവുകയും അപ്പോൾ പിന്നെ അത് നടത്തുന്ന പിന്നെ ഡാൻസേഴ്സിൻ്റെ പിറകെ പോവുകയും അവരൊക്കെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആണെന്ന രീതിയിലും ഈ പ്ലേയിൽ ചിത്രീകരിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ വിജയ് തെണ്ടുൽക്കറിന് ഒരുപാട് രീതിയിലുള്ള പിന്നെ കോൺട്രവേഴ്സീസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം അവരുടെ ഒരു പ്രശസ്തമായ, ഇപ്പം നമ്മളെ കഥകളി എന്ന് പറയുന്ന ആർട്ട് ഫോമിനെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ലെവലിലേക്ക് താഴ്ത്തിയാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എങ്ങനെയാണ്, അതേപോലെയാണ് അവിടെ അത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സൊസൈറ്റിയിൽ വളരെയധികം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. പിന്നെ അദ്ദേഹം, അതായത് ഈ നാന സ്വയം അയാളെ തന്നെ ഒരു കൃഷ്ണനായങ്ങാണ്ടാണ് പിന്നെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അയാളുടെ പിറകെ എപ്പോഴും സ്ത്രീകൾ ഉണ്ടാവും എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മൾ പറയുന്നത് ഈ ഗഷിറാം കോട്ട്വാൾ ഈ ഒരു സ്റ്റോറിയിലേക്ക് എൻ്റർ ചെയ്യാണ്. അപ്പോൾ അദ്ദേഹം പൂനെൻ്റെ ഔട്ട്സൈഡിൽ നിന്നുള്ള ഒരു ഹയർ റാങ്കുള്ള പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞു. പിന്നെ ലോവർ കാസ്റ്റിലുള്ള ഒരാളായിരുന്നു. പിന്നെ അദ്ദേഹം വളരെ ഇൻ്റലിജൻറ്റും വിദ്യയായതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നെ അദ്ദേഹത്തെ ഒരുപാട് പേർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു. നാട്ടുകാർക്കൊക്കെ അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വൈഫും അദ്ദേഹത്തിൻ്റെ ഡോട്ടറും കൂടിയാണ് അങ്ങോട്ട് പിന്നെ മൂവ് ചെയ്തത് കേട്ടോ. അതായത് ഈ ഗഷിറാമിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്. പിന്നെ ഡാൻസേഴ്സിനാണെങ്കിലും അതേപോലെ ഞാനൊക്കെയാണെങ്കിലും അവിടുത്തെ കോമൺ ആയിട്ടുള്ള ജനങ്ങൾക്കാണെങ്കിലും അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നീട് അവിടെ ഒരു ഫെസ്റ്റിവൽ സീസൺ വരികയാണ്. ആ സമയത്ത് എല്ലാ വീടുകളിലും ചെന്നുകൊണ്ട് അദ്ദേഹം ദാനം സ്വീകരിക്കും ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട്. അപ്പം എന്ത് ചെയ്യും, അദ്ദേഹം ഒരു ലോ കാസ്റ്റിൽ ആയതുകൊണ്ട് തന്നെ പലരും അദ്ദേഹത്തിൻ്റെ മേലെ ഒരു അക്യൂഷൻ കൊണ്ടുവരികയാണ്. ഇയാൾ പിന്നെ ഈ ദാനം ചെയ്യുന്ന സാധനങ്ങൾക്ക് വേണ്ടി വീട്ടിലേക്ക് വന്നിട്ട് അവരുടെ എന്തൊക്കെയോ സാധനങ്ങൾ ഇയാൾ കളവെടുത്തു എന്നുള്ള രീതിയിൽ അയാൾ ഇൻസൾട്ട് ചെയ്യണം. അപ്പം അയാളൊരു പിന്നെ ലോ കാസ്റ്റിൽ ആളായത് കൊണ്ട് മാത്രമാണ് അത്ര ഒരു ഇൻസൾട്ട് അയാൾക്ക് നേടേണ്ടി വരുന്നത്. അപ്പം നമുക്ക് അവിടെ മനസ്സിലാക്കാം എങ്ങനെയാണ് പവർ ഡൈനാമിക് ഈ ലോ കാസ്റ്റിനെ സപ്രസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആ ഒരു പിന്നെ എല്ലാ ഇൻസൾട്ടോടു കൂടി അദ്ദേഹം ജയിലിലേക്ക് പോവുകയും പിന്നെ ജയിലിൽ ചെന്നപ്പോൾ അദ്ദേഹം തിരിച്ചറിയാണ് പവർ കയ്യിലുണ്ടെങ്കിൽ എന്തും നേടാൻ പറ്റുമെന്ന് തിരിച്ചറിയാണ്. അങ്ങനെ അദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യനായിരുന്ന അദ്ദേഹം ടോട്ടലി ചേഞ്ചായി വളരെ മോശം ക്യാരക്ടറായിട്ട് പിന്നെ തിരിച്ചു വരുന്നത്. അദ്ദേഹം അതായത് അദ്ദേഹം ഫുള്ള്
അദ്ദേഹം ചെയ്യാത്ത കുറ്റത്തിനാണ് അത്രയും വേദന അനുഭവിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭയങ്കര റിവെഞ്ച് ആയിരുന്നു എല്ലാത്തിനോടും. അപ്പോൾ അദ്ദേഹം പുറത്ത് വന്നിട്ട് എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് എങ്ങനെ പവർ നേടണം എന്നൊരു ചിന്ത വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, നാനയുമായിട്ട് ഒരു ഡീല് വെച്ചു. അത് ഭയങ്കര ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഡോട്ടറായ 14 വയസ്സുള്ള ഗൗരിയെ നാനക്ക് കൊടുത്തിട്ട് അതിന് പകരം പവർ അദ്ദേഹത്തിന് ആ ഒരു പവർ ചീഫ് പൊസിഷൻ അദ്ദേഹം വാങ്ങിച്ചു. അപ്പോൾ ഗൗരി എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് സ്ത്രീകളെ പോർട്രേറ്റ് ചെയ്തിരുന്നത്, എങ്ങനെയാണ് സ്ത്രീകളെ അന്ന് സൊസൈറ്റി കണ്ടിരുന്നത്. അതായത് ഇയാളുടെ ദേഷ്യത്തിന് പണയം വെക്കാനുള്ള ഒരു വസ്തുവായിട്ടാണ് സ്വന്തം മകളെ അയാൾ കൊടുത്തത്. അപ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് വളരെയധികം ഒരു സെക്കൻഡറി സിറ്റിസൺ എന്നുള്ള രീതിയിലാണ് അവിടെ പോർട്രേ ചെയ്യപ്പെടുന്നത്. അപ്പോൾ യാതൊരുവിധ അതിനെ ഒപ്പോസ് ചെയ്യാൻ ഒന്നുള്ള ശക്തി ഒന്നും ഇല്ലാത്തൊരു 14 വയസ്സുകാരിയെ അവിടെ അയാൾ വെച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു രീതിയിൽ അവൾ ഒരുപാട് അനുഭവിച്ചു, എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്തു, ഗഷിറാം അദ്ദേഹത്തിൻ്റെ ആ എല്ലാവിധ ആ പവറൊക്കെ ഉപയോഗിച്ച് അവിടെ സ്ട്രിക്റ്റ് റൂൾസ് തുടങ്ങി. അതേപോലെ ബ്രാഹ്മണായിട്ടുള്ള ആൾക്കാരോടുള്ള റിവെഞ്ച് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം വളരെയധികം അവരെ എല്ലാ രീതിയിലും ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ബ്രാഹ്മിൻസിനെ അദ്ദേഹം അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതേപോലെ അപ്പോൾ ആൾക്കാരൊക്കെ ചെന്നുകാണ്ട് അതായത് നാനാണല്ലോ ഈ ഒരു പവർ കൊടുത്തില്ല. അപ്പം നാനോട് കംപ്ലൈൻറ്റ് പറഞ്ഞു, കാരണം നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. പക്ഷെ ഞാനൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അയാള് ഗൗരിനെ വാങ്ങിക്കുകയും ചെയ്തു, ഇനി അയാൾക്കൊന്നും ചെയ്യാനില്ല. അപ്പം അയാൾ ഈ ഗൗരിൻ്റെ പിറകെ തന്നെ ആയിരുന്നു. അപ്പം അവസാനം ഗൗരി പ്രഗ്നൻ്റ് ആയി, അതിൽ ആ കുട്ടിക്ക് ജന്മം കൊടുത്ത് മരിക്കുകയും ചെയ്തു കേട്ടോ. പക്ഷെ മരിച്ചിട്ട് അയാൾ പറയുന്നത് ഇതിനെ ഏതെങ്കിലും കുളത്ത് കൊണ്ടുപോയിടുന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇയാൾ അറിയാണ്, ഇയാളുടെ ഈ പോലീസ് ഓഫീസർ അറിയാണ്, നമ്മുടെ ഗഷിറാം അറിയുകയും ഗഷിറാം ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കണം. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല, നിങ്ങളുടെ മകളെ എനിക്ക് തന്നതാണ്, അത് നിങ്ങൾക്ക് പവറും തന്നതാണ്, നിങ്ങൾക്ക് തന്നതോടുകൂടി എല്ലാവരും ഡീലും അവിടെ കഴിഞ്ഞതാണ്, അതുകൊണ്ട് മകളെ ഞാൻ ഇഷ്ടമുള്ള പോലെ എന്താ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ ഗഷിറാമിന് റോളില്ലാതെ മാറുകയാണ്. പിന്നെയും ഗഷിറാം ഇതന്നെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ബ്രാഹ്മിൻസിനെ എല്ലാവരെയും അദ്ദേഹം കൊണ്ടുപോയിങ്ങാണ്ട് ജയിലിലാക്കപ്പെടുകയും അങ്ങനെ ഈ വെന്റിലേഷൻ ഇല്ലാത്തൊരു സ്ഥലത്ത് ജയിലിലാക്കപ്പെട്ടിട്ട് അവിടെ ഒരുപാട് പേര് മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ ഭയങ്കര ഇഷ്യൂ ആയി അത്, കാരണം ഒരുപാട് പേരുടെ ജീവൻ പോയ പ്രശ്നമാണ്. അപ്പോൾ ഒരുപാട് പേര് വന്നാണ്ട് രാജാവിനോട് പ്രശ്നം പറയുകയും, അപ്പോൾ രാജാവ് ഉത്തരവിടുന്ന എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ ഏറ്റവും വയലൻ്റായ രീതിയിൽ എങ്ങനെ കൊല്ലാമോ അങ്ങനെ അവരെ നമുക്ക് കൊല്ലണം എന്നുള്ളതാണ് ഉത്തരവിടുന്നത്. അങ്ങനെ എല്ലാവരും കൂടി അദ്ദേഹത്തെ വീട് വളഞ്ഞ് ഏറ്റവും മൃഗീയമായ രീതിയിൽ അദ്ദേഹത്തെ കൊന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു സ്റ്റോറി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിൽ ഈ പവർ ഡൈനാമിക്സ് വരുന്നുണ്ട്, കാസ്റ്റ് സിസ്റ്റം, അതേപോലെ സ്ത്രീകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് വരുന്നുണ്ട്, മോറൽ വാല്യൂസിന് ഉള്ള വിലയൊക്കെ എന്താണുള്ളത് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കിതിൽ പറയാൻ പറ്റും. അതേപോലെ ഹിസ്റ്ററിയിലുള്ള 2 വ്യക്തികളാണ് സത്യത്തിൽ ഗഷിറാം കോട്ട്വാളും നാനാ പട്ടേലും. അദ്ദേഹത്തെ നമ്മൾ നല്ല രീതിയിലാണ് പഠിച്ചു വെച്ചിട്ടുള്ളത്, പക്ഷെ അദ്ദേഹത്തെ ഈ രീതിയിലാണ് ഇദ്ദേഹം പോർട്രേറ്റ് ചെയ്തത്. അപ്പോൾ അതിലും കോൺട്രവേഴ്സി ആയിട്ട് പറയുന്നുണ്ട്. അത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്റ്റോറി. ഗഷിറാം കോട്ട്വാൾ എന്ന് പറയുന്ന തിയേറ്റർ അതായത് പ്ലേ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻസ് ആണ് എൻ്റെ എൻകറേജ്മെൻറ്റ്. ഓക്കെ, താങ്ക് യു.